പലതരത്തിലുള്ള ആത്മീയ ചൂഷകരെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവരും ഭക്തരായിട്ടുള്ള ആളുകൾ, അവരെ പറ്റിച്ചിട്ട് കിട്ടുന്ന പൈസ, ആ പണം കൊണ്ട് സുഖലോലുപമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു ഭക്തര് കാരണം ബുദ്ധിമുട്ടുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ഓരോ ദിവസവും തള്ളി നീക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു ആത്മീയ ചൂഷകനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന്. മറ്റാരെല്ലാം ഒരു പ്ലാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഭക്തരായിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ ഇത് എണ്ണി തുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് 5 നോട്ടെണ്ണൽ മെഷീൻ വാങ്ങി. എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയാസങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ ചർച്ചിൽ ഞങ്ങൾക്ക് സ്തോത്രാഴ്ച എണ്ണാനും വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. 7.5 രൂപ തികച്ച് കിട്ടിയിട്ടില്ല. അന്നൊരിക്കൽ ഒരു പ്രവാചകൻ എന്റെ ഭാര്യയോടൊരു ദൂത് പറഞ്ഞു, കാശ് എണ്ണി നിന്റെ കൈ കുഴയ്ക്കും. പ്രവാചകൻ ഭാര്യനോടാണ് പറഞ്ഞത്, ഇയാളോടല്ല പറഞ്ഞത്. ഭാര്യനോടാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ കാശ് എണ്ണിട്ട് കൈ കുഴച്ചിട്ടുണ്ടാവും. പിന്നെ അത് പ്രവാചകനല്ല കേട്ടോ. ഭാര്യനോട് കറക്റ്റ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അത് ആരായിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഇങ്ങനെ തോനെ പൈസ കിട്ടിയ നിങ്ങൾക്ക്. ഞങ്ങളുടെ സ്തോത്രകാഴ്ച വളരാൻ തുടങ്ങി, വർദ്ധിക്കാൻ തുടങ്ങി. ഇച്ചിലൂടെ ഞങ്ങൾ വളർന്നപ്പോൾ പറഞ്ഞു, ഈ നോട്ട് എണ്ണുന്ന ഒരു മെഷീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. നോട്ട് എണ്ണുന്ന മെഷീൻ ഒരു വലിയ തകരാറുണ്ട്. സാധാരണക്കാരൻ്റെ ഇടുന്ന സ്തോത്രകാഴ്ച നോട്ട് എണ്ണുന്ന മെഷീൻ അക്സെപ്റ്റ് ചെയ്തില്ല. ചുരുണ്ടതും മടങ്ങിയതും അത് വരുമ്പോൾ നെടിഞ്ഞിന്റെ കയറി കാണും എന്ന് പറഞ്ഞാൽ ഇത് പിച്ചക്കാശാണ്, നമുക്ക് എണ്ണം കൊള്ളുകയില്ലെന്നാണ് മെഷീൻ പറയുന്നത്. ഐശ്വടാ, വല്ലാത്തൊരു കഷ്ടായിപ്പോയി. ഏത് പിച്ചക്കാരനാണ് ഈ പാവപ്പെട്ട പ്ലാസ്റ്റർ ഇങ്ങനെ ചുളുങ്ങിയ നോട്ടൊക്കെ കൊടുത്തിട്ട് പ്രയാസത്തിലാക്കിയത്? ഇതൊക്കെ ദൈവകോപം കിട്ടൂട്ടോ. ഇപ്പൊ ഞങ്ങൾക്ക് 5 മെഷീൻ ഉണ്ട് നോട്ട് എണ്ണുന്നത്. ആഴ്ച ആരാധന കഴിഞ്ഞാൽ എണ്ണി തീരെയില്ല. അതുകൊണ്ട് 5 മെഷീൻ ഉണ്ട് നോട്ട് എണ്ണാൻ. അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, രോഗശാന്തി നൽകും. പരിപാടിക്കൊക്കെ വരുന്ന ആൾക്കാരുടെ കാറിന്റെ നമ്പർ മുതൽ ജെട്ടിയുടെ നിറം വരെ ദിവ്യദൃഷ്ടിയിലൂടെ കാണാൻ പറ്റുന്ന വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലാസ്റ്ററാണ്. പക്ഷെ ഇയാൾക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കുന്ന തെണ്ടികളായിട്ടുള്ള പിച്ചക്കാര് കൊണ്ടുവരുന്ന പൈസ എത്ര എന്ന് മാത്രം ദിവ്യദൃഷ്ടിയിലൂടെ കണ്ടെത്താൻ പറ്റില്ല കേട്ടോ. അതിന് നോട്ടിൽ നിന്ന് മെഷീൻ വേണം. അത് ഒന്നൊന്നും പോരാട്ടോ, 5 എണ്ണം വേണം. വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെ കേട്ടോ ഈ പാവം മനുഷ്യൻ പെടുന്നൊരു പാട്. കഴിഞ്ഞ ഒരു ദിവസം എന്റെ രണ്ടാമത്തെ മോൻ എന്ന് പറഞ്ഞ, ഡാഡി ഈ പന്നം പിടിച്ച ആളുകൾ കൊണ്ട് നോട്ട് വിട്ടേച്ചു പോകും, ഇത് എണ്ണിയും തേച്ചും തൂത്തും വിഷമിച്ചു. ഞാൻ വേറൊരു മെഷീൻ കണ്ടുപിടിച്ചു, ജപ്പാനിൽ കിട്ടും. എനിക്ക് തോന്നുന്നത് 2.5 ലക്ഷം ഏതാണ്ടാണ് ഒരു മെഷീന്റെ വില. അതിൽ ഒരെണ്ണം ഓർഡർ ചെയ്താലോ എന്നൊരു ഡൗട്ട്. ഈ ചെങ്ങായിക്കൊക്കെ പൈസ കൊണ്ടു കൊടുക്കണ പന്നം പിടിച്ച തെണ്ടികൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്റെ കർത്താവേ? നയിച്ചുണ്ടാക്കിയ പൈസ ഇതുപോലുള്ള ഹമുക്കൊക്കെ കൊണ്ടുപോയിട്ട് എറിഞ്ഞു കൊടുത്തിട്ട് ഇവന്റെ ഒക്കെ കുരിപ്പള തൊള്ളത് വരെ തെറി കേൾക്കാനാണല്ലോ പാവങ്ങളെ വിധിയെന്ന് ആലോചിക്കുമ്പോഴാണ്. അല്ല, എന്നിട്ടെന്തായി പ്ലാസ്റ്ററെ, ജപ്പാനിൽ നിന്നുള്ള 2.5 ലക്ഷത്തിന്റെ മെഷീൻ വാങ്ങിയില്ലേ നിങ്ങള്? ആരെങ്കിലും 2-3 പേര് അത് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിച്ച് കുഴപ്പമില്ലെന്ന് തെളിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചാൽ മതി. ആ മെഷീന്റെ പ്രത്യേകത, എത്ര ചുരുണ്ട നോട്ടാണെങ്കിലും കൊണ്ടിട്ടാൽ അത് ശ്രദ്ധാപൂർവ്വം വരുന്ന എണ്ണിക്കോളൂ. നോക്കണേ, ഇയാളൊരു കഷ്ടപ്പാട്. വെറുതെ കിട്ടുന്ന കാശാണ്. തെണ്ടികളായിട്ടുള്ള പിച്ചക്കാര് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇയാൾക്ക് വെറുതെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ പൈസ ഉണ്ടാൻ വേണ്ടിയിട്ട് ഇയാള് 5 മെഷീൻ വാങ്ങിച്ചു. നോട്ടെണ്ണ മെഷീൻ 5 എണ്ണം വാങ്ങിച്ചു. എന്നിട്ട് ഈ പിച്ചക്കാർ കൊണ്ട് കൊടുക്കുന്ന ചുളിഞ്ഞ നോട്ടൊന്നും എണ്ണാൻ അതിന് പറ്റുന്നില്ല, അത് റിജക്റ്റ് ആവുകയാണ്. അങ്ങനെ 2.5 ലക്ഷം റുപ്യന്റെ ഒരു മെഷീൻ ജപ്പാനിൽ ഉണ്ടെന്ന് പറഞ്ഞു. വെറുതെ കിട്ടുന്ന പൈസ എണ്ണാൻ വേണ്ടിയിട്ടുള്ള 2.5 ലക്ഷം റുപ്യന്റെ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് 4 വട്ടം ആലോചിക്കണം. എന്നിട്ട് ബാക്കിയുള്ളവർ ഉപയോഗിച്ചിട്ട് അത് ഓക്കെ ആണ്, 100% പെർഫെക്റ്റ് ആണ് എന്ന് മനസ്സിലായതിനു ശേഷമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, മെഷീൻ ഓർഡർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേ സമയത്ത് ഇയാൾക്ക് പൈസ കൊണ്ടു കൊടുക്കുന്ന ഹമുക്കള് ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്നില്ല ഇത് എന്തിനാണ് ഞങ്ങൾ ഇയാൾക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കുന്നത് എന്നുള്ളത്. ലോകം പോയൊരു പോക്കെ. ഈ മണ്ടന്മാരൊക്കെ എങ്ങനെയാണ് അച്ചിൽ വാർത്തുണ്ടാക്കണമെന്ന് അറിയില്ല. എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് കേട്ടോ ഇതുപോലുള്ള പൊട്ടന്മാരായിട്ടുള്ള ആളുകൾ. ഇവരൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ, വെറുതെ ഒരു അധ്വാനം ഇല്ലാതെ വായിലെ നാവ് മാത്രം ചലിപ്പിച്ചിട്ടുണ്ടാക്കിയ ഈ പണം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ 4 പ്രാവശ്യം ആലോചിക്കുകയാണ്. അധ്വാനിച്ച് ഈ പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രാവശ്യം പോലും ആലോചിക്കാതെ ഇതുപോലുള്ള തട്ടിപ്പുകാർക്ക് കൊണ്ടു കൊടുക്കുകയാണ്. കാലം പോയൊരു പോക്ക്. സ്തോത്രകാഴ്ച ഇടുന്നെങ്കിൽ എന്റെ ആരോഗ്യത്തിനും എന്റെ വരുമാനത്തിനും ബാങ്ക് ബാലൻസിനും യുക്തമായ ഒരു തുക, ചുളുങ്ങാത്ത മുഷിയാത്ത നല്ല നോട്ട് കർത്താവെ അംഗീകരിക്കണേ എന്ന പ്രാർത്ഥനയോടെ വലത്തെ കൈകൊണ്ടേ സമർപ്പിക്കാവൂ. പിടികിട്ടുന്നുണ്ടോ? അത് സ്തോത്രകാഴ്ചയാ, മറ്റേത് പിച്ചക്കാശ. പിടികിട്ടുന്നുണ്ടോ? ഇവന് പൈസ കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടാൻ സാധ്യതയില്ല. നിങ്ങൾ അങ്ങനെ ആയിപ്പോയി. തലച്ചോറിനകത്ത് ആൾതാമസം ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊണ്ടുപോയിട്ട് പൈസ കൊണ്ട് കൊടുക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെ അല്ലേ? അവനാ നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് കൊടുക്കണം ഇയാൾക്കൊക്കെ. ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു മതത്തെ സംബന്ധിച്ചും ദൈവത്തിന് പണം കൊടുക്കുക, പണം മനുഷ്യർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു വസ്തു മാത്രമാണ്. അതേ സമയത്ത് ആത്മീയതയുമായി നമ്മൾ നോക്കുന്ന സമയത്ത് ആത്മീയത എന്ന് പറയുന്നത് അവിടെ പണത്തിന് സ്ഥാനമില്ലാത്ത ഒരു ആത്മനിർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതവിശ്വാസം എന്നൊക്കെ പറയുന്നത്. അവിടെ പണത്തിനല്ല പ്രാധാന്യം. ഒരു മതത്തിലും പറയുന്നില്ല പണം കൊടുത്ത് പുണ്യം നേടാൻ സാധിക്കുമെന്ന്. അതേസമയത്ത് പണം കൊടുത്താൽ പുണ്യം കിട്ടും. അത് കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, പട്ടിണി കിടക്കുന്ന ആളുകൾക്ക്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി, ചികിത്സക്ക് വേണ്ടി, പാവപ്പെട്ട ആളുകളുടെ
കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം തീർക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് നമ്മൾ ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പുണ്യം കിട്ടുമെന്നാണ് ഓരോ മതവും പറയുന്നത്. അതേ സമയത്ത് അതേ മതത്തിന്റെ പേരിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഇതുപോലുള്ള കൊള്ളക്കാർക്കും കള്ളന്മാർക്കും മുന്നിൽ പോയിട്ട് എല്ലാ മതവിശ്വാസങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരായി നിന്നുകൊണ്ട് ഇത്തരം ആളുകൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. പണം കൊടുത്തിട്ട്, അവനാൻ അധ്വാനിക്കുന്ന പണം കൊടുത്തിട്ട് സാത്താന്മാരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആളുകളാണ് എല്ലാ മതത്തിലും നമുക്ക് ചുറ്റും കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കാനുള്ള ആളുകൾ ചിന്തിക്കുക, മാറ്റി ചിന്തിക്കുക. ഇതുപോലുള്ള ചൂഷകന്മാരായിട്ടുള്ള ആളുകൾ, പണത്തിന് വേണ്ടി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ആളുകൾ, അവരൊരിക്കലും നിങ്ങളെ ആത്മീയപരമായ ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് സുഖിക്കാനും ഉല്ലസിക്കാനും അവർക്ക് അർമാദിക്കാനും വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് പണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നടത്തുന്ന എല്ലാ കുൽസിത പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദികൾ ഈ പണം കൊടുക്കുന്ന ആളുകളായിരിക്കും. തീർച്ചയായിട്ടും ഓരോ മതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ വളർത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പുണ്യം കിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അവരൊക്കെ പാപികളായിട്ട് തന്നെയാണ് ഓരോ മതവും കണക്കാക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ സാമ്പത്തിക ചൂഷണം നടത്തുന്ന ആളുകളെ ദയവ് ചെയ്ത് വളർത്താതിരിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഞാനിങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിർത്തില്ല എന്ന് എനിക്കറിയാം, എന്നാലും അറിയാണ്ട് ഞാൻ അഭ്യർത്ഥിച്ചു പോവാണ്. ഓക്കെ, എന്നാല് ബൈ.